ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 2 മുട്ടയും 2 പഴവും വെച്ചിട്ട് ഉള്ള ഒരു നല്ല 4 മണി പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ 2 വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയും പഴവും എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മുട്ട ഇതുപോലെ പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴം ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ജാറിലിട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിരവിയത്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, മധുരത്തിനാവശ്യമായി, പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ 2 ഏലക്ക കുത്തിയത് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വാനില എസൻസ് ഒഴിക്കാം. ഇനി ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിലാണ് ഈ മാവ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ മുട്ടയിൽ തന്നെ അങ്ങനെ അടിച്ചെടുത്താൽ ഇതുപോലെ വരും. ഇനി നമുക്കൊരു ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെക്കാം. നന്നായി ചൂടാവുമ്പോൾ ഫ്ലെയിം ഇതുപോലെ എണ്ണ തേച്ച് എണ്ണയോ നെയ്യോ ഒഴിക്കാം. നെയ്യ് ഒഴിച്ചാൽ ഇനിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്ന് ഫ്ലെയിം കമ്മിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് കമ്മിയാക്കണം, തീ കുറച്ച്. നല്ല ചൂടിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കും കേട്ടോ. നമുക്ക് പിന്നെ തിരിച്ചിടാനൊന്നും പറ്റില്ല, മാവൊന്നും ഇടാത്തത് കൊണ്ടേ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. വലുതായി ഒഴിച്ചാൽ നമുക്കത് തിരിച്ചിടാൻ പറ്റില്ല. കാരണം അതിൽ നമ്മൾ മാവൊന്നും ഇട്ടിട്ടില്ലല്ലോ, വെറും പഴം മുട്ടയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒഴിച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിടാം. പിന്നെ പെട്ടെന്ന് കുക്കാവും കേട്ടോ ഇത്. അതിൽ അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മെല്ലെ തിരിച്ചിടണം. അപ്പം ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ട് അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോവാം. അത് നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇതാണ്. ഞാനൊരു പച്ചമുളക് ഫ്രിഡ്ജിനകത്ത് എങ്ങനെ ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാമെന്നില്ല മര്യാദ കേട്ടോ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരു ഡപ്പ എടുത്ത് അതിലൊരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഇതുപോലെ മേലെ ഒരു പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായി അടച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ ഇത് കുറേ ദിവസം ഇങ്ങനെ ഇരിക്കും കേട്ടോ. കൂടുതൽ പച്ചമുളകൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ ഇന്നലെ ടൗണിൽ പോയപ്പോൾ മോൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണം പറഞ്ഞ് അതൊന്ന് വാങ്ങി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്
ഒന്ന് കട്ട് ചെയ്ത് 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഭയങ്കര വിലയാണ്. മാത്രം ടേസ്റ്റൊന്നുമില്ല കഴിക്കാൻ. കുഴപ്പമില്ല. ഒരു അധികം മധുരമൊന്നുമില്ല. ഇതുപോലെ തൊലിച്ചെടുക്കാനൊക്കെ നല്ല ഈസിയാണ്, പെട്ടെന്ന് വരുന്നുണ്ട്. ഞാനിതുപോലെ പൊളിച്ച് അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കുഴപ്പമില്ല, കഴിക്കുമ്പോൾ നന്നായിട്ടൊക്കെ തന്നെ ഉള്ളത്. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കറുപ്പ്. കുറേ ദിവസം മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് നല്ല റോസ് കളറായിരുന്നു. ഇത് വെള്ള കളറാണ് ഉള്ളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.